ഒരു ബ്ലൗസ് തയ്ക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു ബ്ലൗസ് തയ്ക്കാനാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ലെങ്ത് വേണം, ഷോൾഡർ വേണം, ചെസ്റ്റ് വേണം, വേസ്റ്റ് വേണം. മെയിൻ അളവുകളാണ് ഞാനിപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നും നമുക്ക് അളവെടുക്കാൻ നമുക്കറിയാമല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഫുൾ ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ നമ്മളെല്ലാ ബ്ലൗസ് ഹുക്കൊക്കെ ഇട്ട് നമ്മൾ ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ ലെങ്ത് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോൾഡർ തൊട്ട് നമുക്കറിയാം മെയിനായിട്ട് ഈ ഷോൾഡർ തൊട്ട് ഇവിടെ വരെ എത്ര ലെങ്ത് ഉണ്ടോ നോക്കാം. അപ്പോൾ എനിക്ക് ഈ അറ്റം വരെ വരുന്നത് 15 ഇഞ്ച് ലെങ്ത് ആണ്. കണ്ടോ, ഇതുപോലെ 15 ഇഞ്ച് ലെങ്ത്. ഞാൻ ഓടിച്ച് പറയാണ് കേട്ടോ. മുമ്പ് ഞാൻ എൻ്റെ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ ഇത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷോൾഡർ, ഇപ്പോൾ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഷോൾഡർ ആണ് വരിക. അപ്പോൾ നമ്മൾ ഷോൾഡർ ഞാനിപ്പോൾ ഇതിൽ അളവെടുത്ത് ഞാൻ കാണിക്കില്ല. അളവെടുത്ത് കാണിക്കുകയാണെങ്കിൽ ഇതുപോലെ കാണിക്കട്ടെ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരുപോലെ വെച്ച് നമ്മളത് ഇതിൻ്റെ ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ഷോൾഡർ. മനസ്സിലായല്ലോ? ഇവിടെ തൊട്ട് ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ എത്ര വരും, അതാണ് ഷോൾഡർ. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ എടുക്കാൻ എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഷോൾഡർ എടുക്കാൻ നമ്മുടെ കുർത്തിക്ക് എപ്പോഴും നമ്മുടെ ഫുൾ ഷോൾഡർ എത്രയാണ്? നമ്മുടെ ഫുൾ ഷോൾഡർ, എൻ്റെ ഫുൾ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് 16 ഇഞ്ചാണ് വരിക. എൻ്റെ ഫുൾ ഷോൾഡർ ആണ് കേട്ടോ. 16 ഇഞ്ച് എനിക്ക് വരും. അപ്പോൾ ഞാൻ ഈ 16 ഇഞ്ചിനെ ഇതുപോലെ പകുതിയാക്കണം. നമ്മൾ തുണിയിൽ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ 16നെ പകുതിയാക്കാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 8 ഇഞ്ചാണ് വരിക. 8 ഇഞ്ചാണ് നമ്മുടെ ഷോൾഡറിന്റെ ഫുള്ളായിട്ട് ഹാഫ് ഷോൾഡർ വരിക. പകുതി ഷോൾഡർ എടുക്കുക. അപ്പോൾ നമ്മൾ ബ്ലൗസിന് എടുക്കുമ്പോൾ ഇതിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്യണം. അതായത് 8ൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് നമ്മൾ എടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതിന്റെ നമ്മുടെ ഈ ഒരു ബ്ലൗസിന്റെ ഷോൾഡർ ഞാൻ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ തൊട്ട് ഇവിടെ വരെ വരുമ്പോൾ 6 ഇഞ്ച് കഴിച്ച് അപ്പം നമുക്ക് കണ്ടോ 12 ഇഞ്ചാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിന്റെ പകുതി എത്രയാണ്? 6 ഇഞ്ചാണ് നമുക്ക് ഇതിന്റെ ഷോൾഡർ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ബ്ലൗസിന്റെ ബാക്ക് നെക്ക് കണ്ടില്ലേ, ഈ ബാക്ക് നെക്ക് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങും തോറും നമ്മളിപ്പോ ഈ താഴോട്ട് ഇതിപ്പോ ഒരു ഏകദേശം ഞാനൊരു 8 ഇഞ്ച് 9 ഇഞ്ചൊക്കെ വരാം. ഞാൻ ഇതിൽ 8.5 ഇഞ്ച് ഞാൻ ലെങ്ത് എടുത്തിട്ടുണ്ട്. ബ്ലൗസിന്റെ ബാക്കിന്റെ നെക്കിന്റെ ലെങ്ത് ബ്ലൗസിന്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വരുമ്പോൾ നമ്മൾ 8 ഇഞ്ച് എന്നുള്ളത് 6 ഇഞ്ച് എന്നുള്ളത്, അതായത് 6 ഇഞ്ച് എന്നുള്ളത് നമ്മൾ ഈ ബ്ലൗസിന്റെ ബാക്ക് നെക്കിന്റെ ലെങ്ത് കൂടും തോറും ഈ ലെങ്ത് നമ്മളിപ്പോ ഒരു 9 ഇഞ്ചൊക്കെ 10 ഇഞ്ചൊക്കെ ആവുകയാണെങ്കിൽ നമ്മൾ ഇത് വീണ്ടും നമ്മൾ ഇതിൽ നിന്ന് 4 ഇഞ്ച് വീതം കുറച്ച്, അപ്പോൾ 5.75 അങ്ങനെ 5.75 വീണ്ടും കുറയ്ക്കുകയാണെങ്കിൽ 5.5 അങ്ങനെ നമ്മൾ എടുക്കണം കേട്ടോ. അപ്പൊ കുറച്ച് വരും. അതായത് ബാക്ക് നെക്കിന്റെ ലെങ്ത് കൂടുന്തോറും നമ്മുടെ ഷോൾഡർ ഇതുപോലെ ചുരുക്കി കൊണ്ടുവരണം. ഇല്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ വീണു പോകും. അപ്പൊ അതാണ് ഷോൾഡറിന്റെ കാര്യം. അപ്പൊ ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകണം കേട്ടോ. അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോണത്. വീഡിയോ ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് കേട്ടോ. ചെസ്റ്റിന്റെ മെഷർമെന്റ് എടുക്കാം കേട്ടോ. അപ്പൊ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കണത് ബാക്കിന്റെ ബാക്ക് പുറം ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ എടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഫുള്ള് ചെസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിന്റെ ഇത് 19 ആണ് കേട്ടോ. ഏകദേശം 20 ഇഞ്ചുണ്ട്. 20 ഇഞ്ചാണ് ഇതിന്റെ വരുന്നത്. 20 ഇഞ്ച്. അപ്പോൾ ഈ 20 ഇഞ്ചിന്റെ ഇരട്ടിയാണ് നമുക്ക് വരിക. അതായത് എനിക്ക് 40 ഇഞ്ചാണ് എനിക്ക് ചെസ്റ്റ് കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ പകുതിയല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അത് ഫുള്ളായിട്ട് വരുമ്പോൾ ഈ റൗണ്ടായിട്ട് നമ്മൾ ബോഡിന്ന് ചുറ്റി എടുക്കുമ്പോൾ നമുക്ക് ചെസ്റ്റ് വരുന്നത് 40 ഇഞ്ചാണ്. കണ്ടോ, എൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എത്രയാണ് നമുക്ക് വരിക? 10 ഇഞ്ചാണ് നമുക്ക് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ ചെസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ ഇതിൽ നിന്ന് കിട്ടിയത് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. ഈ ബ്ലൗസിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മളിപ്പോ ഈ ബ്ലൗസിൽ നിന്ന് എടുക്കില്ലേ, ഇപ്പൊ ഇത് ചുറ്റും നമ്മൾ ഒരു ഭാഗത്ത് കിട്ടുന്ന അളവ് 20 ആണ് വരിക. അപ്പൊ മൊത്തമായിട്ട് നമ്മൾ 20ന്റെ കൂടെ 20 കൂട്ടാം. അപ്പൊ 40, മൊത്തം റൗണ്ടായിട്ട് 40 വരും. അപ്പൊ 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ആണ് വരിക കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ചെസ്റ്റിന്റെ അളവ്. ഇനി നമുക്ക് വേസ്റ്റിന്റെ അളവ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല. വേസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ വേസ്റ്റ്. അപ്പൊ എനിക്കിവിടെ 17 ഇഞ്ചാണ് വരിക. അപ്പൊ 17 ഇഞ്ചിന്റെ ഇരട്ടിയാണ് എനിക്ക് വരിക. മനസ്സിലായ? 17 ഇഞ്ചിന്റെ ഇരട്ടിയാണ് എൻ്റെ എന്ത് വരിക? 34 ഇഞ്ചാണ് എനിക്ക് വരിക കേട്ടോ വേസ്റ്റ് വരണത്. മനസ്സിലായ? 34 ഇഞ്ച്. അപ്പോൾ വേസ്റ്റ് നമ്മൾ 34 ഇഞ്ച് വരികയാണെങ്കിൽ 34 ഡിവൈഡഡ് ബൈ 4 കൊണ്ട് എന്ത് ചെയ്യാ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന സംഖ്യയാണ് നമുക്ക് എന്ത് വരിക? നമ്മുടെ വേസ്റ്റ് വരിക. ഇത്രയും മനസ്സിലായല്ലോ? അപ്പോൾ ഓരോരുത്തരുടെ ഇതുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഷോൾഡർ ഞാൻ പറഞ്ഞല്ലോ, കാര്യങ്ങൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാൻ പോവാണ്. അപ്പോൾ അപ്പെക്സ് പോയിന്റ് എങ്ങനെ എടുക്കാന്ന് കേട്ടോ. അപ്പൊ ഈ പ്രിൻസസ് കട്ടിൽ നമ്മൾ അപ്പെക്സ് പോയിന്റ് ഉണ്ട് കേട്ടോ.
അത് ഞാൻ ഇതിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. അത് ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും. അപ്പൊ അത് ഞാൻ ഇതിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. െങ്കിലും സംശയം ഉണ്ടാവും അപ്പെക്സ് പോയിന്റ് എന്താണെന്നുള്ളത് കേട്ടോ. അതായത് നമ്മുടെ മെയിൻ ഡാർട്ട് ആണ്. അപ്പൊ നമ്മൾ ഡാർട്ടിന്റെ പോയിന്റ് ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഈ ബ്ലൗസ് ഇങ്ങനെ എടുക്കട്ടെ. അപ്പൊ നമ്മുടെ ഈ ഒരു ഡാർട്ട് കണ്ടില്ലേ, നമ്മുടെ മെയിൻ ഡാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഡാർട്ട് അല്ലേ, ദേ ഇതാണ് നമ്മുടെ മെയിൻ ഡാർട്ട്. അത് ദേ ഇവിടെയാണ് അത് തുടങ്ങണത് കേട്ടോ. അതെ ഇവിടെ നിന്നതേ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങണത്. അപ്പൊ നമ്മൾ അത് അളക്കണം. അതാണ് നമ്മൾ അപ്പെക്സ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ളത് കേട്ടോ. അപ്പൊ നമ്മളിത് ഈ ഒരു ഭാഗത്ത് നിന്ന് എടുക്കാം കേട്ടോ. നമ്മളിത് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ ഈ ഒരു ഷോൾഡറിൽ നിന്ന് നമ്മൾ ഇവിടെ സീം അലവൻസ് ഒക്കെ കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് അളന്നെടുക്കണ്ട എങ്ങനെയാന്ന് കാണിച്ചു തരാം. എന്താ ഇതുപോലെ നമ്മളിത് ഈ ഒരു പോയിന്റിലേക്ക് ഇവിടെ നിന്ന് അളന്ന് നോക്കാം. അതെ അപ്പോൾ കണ്ടോ, എനിക്ക് ഇവിടെ വരുന്നത് ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 10.5 ഇഞ്ചാണ് എനിക്ക് വരുന്നത് കേട്ടോ. എൻ്റെ അപ്പെക്സ് പോയിന്റ് എന്ന് പറയുന്നത് 10.5 ഇഞ്ചാണ്. അപ്പെക്സ് പോയിന്റ് ബസ്റ്റിന്റെ ലെങ്ത് 10.5 ഇഞ്ചും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഡാർട്ട് വരുന്നുണ്ട് കണ്ടോ. ഈ ഒരു ഭാഗത്തെ ഡാർട്ട്. അപ്പൊ നമ്മൾ ഇവിടെ തൊട്ട് ഇത്ര വരെ എത്രയാന്ന് നോക്കണം കേട്ടോ. കണ്ടോ, അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന എത്രയാ 4 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് അപ്പെക്സ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കിട്ടിയ അളവും അതായത് ഇവിടെ നിന്ന് കിട്ടിയ അളവും വരണ ആ ജോയിനിങ് ആ പോയിന്റ് ആണ് നമ്മുടെ അപ്പെക്സ് പോയിന്റ്. അതായത് ബസ്റ്റിന്റെ ലെങ്ത്, അതായത് ഇവിടെ തൊട്ട് ഇങ്ങോട്ടുള്ള ലെങ്ത്തും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വിട്ടുമാണ് നമ്മൾ അപ്പെക്സ് പോയിന്റ് എന്ന് പറയുക. മനസ്സിലായ അപ്പെക്സ് പോയിന്റ്. അപ്പൊ ഇവിടെ നിന്നുള്ള വിട്ട് എന്ന് പറയുന്നത് ഇവിടെ 4 ഇഞ്ചിന്റെ, അതുപോലെ നമ്മുടെ ബ്ലൗസിന്റെ ഇപ്പുറത്തെ ഭാഗത്തും ഇല്ലേ 4 ഇഞ്ച്, ഇപ്പുറത്തെ ഭാഗത്തും ഇതുപോലെ ഉണ്ടാവുമല്ലോ. അപ്പൊ മൊത്തം 8 ഇഞ്ചാണ് വരിക. പക്ഷെ നമ്മൾ ഒരു ഭാഗത്തേക്കല്ല എടുക്കുന്നത്. അപ്പൊ നമ്മൾ 4 ഇഞ്ച് എടുത്താൽ മതി. ഇതുപോലെ 4 ഇഞ്ചാണ് വരിക. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ ലെങ്ത് നോക്കിയിട്ട് ഓരോരുത്തരുടെ ബ്ലൗസിൽ നിന്ന് നമുക്ക് അളന്നെടുക്കാം കേട്ടോ. ഈ ഒരു പോയിന്റ് എവിടെയാണ് വരുന്നത്, ആ ഭാഗത്ത് എത്ര വിഡ്ത് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ അപ്പെക്സ് പോയിന്റ്. അപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പെക്സ് പോയിന്റ് എന്താന്ന്. അപ്പൊ ഇത്രയുള്ള ബസ്റ്റിന്റെ ലെങ്ത്. അപ്പൊ എന്റെ ബസ്റ്റിന്റെ ലെങ്ത് ഷോൾഡറിന് തൊട്ട് മെയിൻ പോയിന്റ് വരെയുള്ളത് 10.5 ഇഞ്ചാണ്. 10.5. അപ്പോൾ വരാണ്. പിന്നെ അതുപോലെ തന്നെ ബസ്റ്റ് വിഡ്ത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഒരു വിഡ്ത്ത് വേണമല്ലോ അതിന്, ആ ഒരു ഇവിടെ തൊട്ടുള്ള ഒരു വീതി. അപ്പോൾ ബസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് എനിക്ക് വരുന്നത് 4 ഇഞ്ചാണ്. അപ്പൊ ഈ 10.5യും ഇതുപോലെ 4ഉം ആ ചേരണ ആ പോയിന്റിനെയാണ് നമ്മുടെ അപ്പെക്സ് പോയിന്റ്. അവിടെയാണ് നമ്മുടെ ഡാർട്ട് പോയിന്റ്. അത് നമ്മുടെ പ്രിൻസസ് കട്ടിൽ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഞാൻ പറയുന്ന ആ സമയത്ത് ഈ കണക്കുകളെല്ലാം അതിൽ ഉൾക്കൊള്ളിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ മെയിൻ കണക്കുകളെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ പ്രിൻസസ് കട്ട് ബ്ലൗസ് ഇന്ന് ഞാൻ ആദ്യം തയ്ച്ചത് എല്ലാം എൻ്റെ ഡിലീറ്റ് ആയി പോയിട്ടോ. അപ്പോൾ ഞാൻ പുതിയ ഒരു തയ്ച്ച ബ്ലൗസാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു അളവിൽ തന്നെയാണ് തയ്ച്ചിരിക്കുന്നത്. ഈ ഒരു ഇതാണ് ഇതിൻ്റെ എല്ലാ കട്ടിങ് വീഡിയോയും സ്റ്റിച്ചിങ് എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അതേ കണ്ടില്ലേ, അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നൊരു ബ്ലൗസ് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഏതായാലും പുതിയൊരു തുണി എടുത്തിട്ട് നമ്മൾ ആദ്യം ഷോർട്സിൽ ഇട്ടതാണല്ലോ നമ്മൾ ഇടുന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഇതല്ല ഈ ബ്ലൗസിൻ്റെ കട്ടിങ് അല്ല. അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും എന്താണാവോ എന്ന്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ബ്ലൗസിൻ്റെ തുണി ഞാൻ ഇതുപോലെ ഒരു മീറ്ററും 25 പോയിൻറ്റുമാണ് തുണി എടുത്തിരിക്കുന്നത്. പിന്നെ ലൈനിങ്ങിൻ്റെ തുണി 1 മീറ്ററാണ്. ഞാൻ ഇതിൽ പഫ് സ്ലീവാണ് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ചധികം തുണി ഞാൻ എടുത്തത്. എനിക്ക് ഇത്രയും ലാർജ് സൈസ് ആയതുകൊണ്ടേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡാർട്ടൊക്കെ ഇട്ട് കൃത്യമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. സിമ്പിൾ മെത്തേഡിൽ കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ തുണി കണ്ടില്ലേ, നമുക്ക് മെയിൻ ക്ലോത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് ലൈനിങ് ക്ലോത്തിലാണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ലൈനിങ് ക്ലോത്തിൽ നമ്മൾ ആദ്യം ബാക്ക് ഓപ്പൺ ആണല്ലോ. അപ്പോൾ ഈ ഫോൾഡഡ് അല്ലാത്ത സൈഡിൽ ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള സൈഡ് ഇത് ബാക്ക് ഓപ്പൺ ആണ് കേട്ടോ ബ്ലൗസ്. അപ്പോൾ നമ്മൾ ഫോൾഡ് അല്ലാത്ത സൈഡ് വെക്കുക. എന്നിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ നല്ല വൃത്തിയായിട്ട് അൺഈവൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഈവനാക്കി കൊടുത്ത് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അത് നമ്മുടെ സീം അലവൻസ് ആണ് കേട്ടോ. അത് നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഭാഗത്തൊരു സീം അലവൻസ് ഉണ്ടാവില്ലേ, ആ സീം അലവൻസ് ആണ് 1/2 ഇഞ്ച്. അതിനുശേഷം താഴോട്ട് നമ്മുടെ ബ്ലൗസിന് എത്ര ലെങ്ത് വേണമെന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ബ്ലൗസിന് വേണ്ടത് എനിക്ക് 15 ഇഞ്ചാണ് ലെങ്ത്ത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ലെങ്ത് അടയാളപ്പെടുത്തുക കേട്ടോ. ഒരു 1/2 ഇഞ്ചിന് ശേഷം കേട്ടോ മുകളിലത്തെ. അതിനുശേഷം ഈ 15 ഇഞ്ചിന് ശേഷം നമ്മൾ താഴേക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് അടിച്ച് നമ്മൾ ക്ലിയർ ആക്കല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സീം അലവൻസ് ഇടാണ്. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ച് നമ്മളിവിടെ സീം അലവൻസ് ഇട്ടു. എന്നിട്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ. കാരണം അത് ബാക്ക് പാർട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഞാൻ ഈ ഒരു സൈഡിലേക്കാണ് എൻ്റെ ഈ ഒരു സൈഡിലേക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒന്ന് മാറ്റി വെച്ചാണ്. അപ്പോൾ കണ്ടില്ലേ, 2 ഭാഗത്തും 1/2 ഇഞ്ചിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നടുവിലാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. ഇനി അതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മളിത് ഓപ്പൺ ആയ ഭാഗത്ത് നമ്മളവിടെ ഹുക്കും മയ്യൊക്കെ വെക്കില്ലേ, ബാക്ക് ഓപ്പൺ ആണല്ലോ. അപ്പോൾ ബാക്ക് പാർട്ട് തുന്നുമ്പോൾ ബാക്ക് ഓപ്പണിന്
നമ്മൾ ഹുക്ക് കയ്യും വെക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം, ആ ഒരു ഭാഗം. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ എങ്ങനെയാണ്, ഇതിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നെക്ക് എങ്ങനെയാണെന്നൊക്കെ നോക്കട്ടെ. സോറി. അപ്പോൾ എനിക്ക് എൻ്റെ ഫുൾ ഷോൾഡർ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 ഇഞ്ചാണ് എൻ്റെ ഫുൾ ഷോൾഡർ വരിക. അപ്പോൾ ഈ 16 ഇഞ്ചിൻ്റെ പകുതിയാണ് 8 ഇഞ്ചാണ് നമ്മൾ സാധാരണ കുർത്തിക്കും ഒക്കെ എടുക്കുക. പക്ഷേ നമ്മൾ ബ്ലൗസിന് എടുക്കുമ്പോൾ ബ്ലൗസിൻ്റെ ബാക്കിന് ലെങ്ത്ത് കൂടുതലാണല്ലോ. അപ്പോൾ നമ്മൾ ഈ 8 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ച് കുറച്ച് ഞാനിപ്പോൾ ഇവിടെ 6 ഇഞ്ചാണ് എടുക്കണത്. എനിക്ക് ഫുൾ ഷോൾഡറിൻ്റെ പകുതി 8 ഇഞ്ചാണ്. അതിൽ നിന്ന് 2 ഇഞ്ചെങ്കിലും കുറയ്ക്കണം നമ്മൾ. ഒരു 6 ഇഞ്ച് മതിയാവും കേട്ടോ നമുക്ക്. ഇപ്പോൾ പിന്നെ ബാക്കിലേക്ക് ലെങ്ത്ത് കൂടുന്തോറും ഈ 6 ഇഞ്ച് എന്നുള്ളത് കുറച്ച് നമ്മൾ കൊണ്ടുവരണം. 5.5 അങ്ങനെ കൊണ്ടുവരണം കേട്ടോ. ഇപ്പം ഞാൻ 6 ഇഞ്ചിൽ അടയാളപ്പെടുത്തി. എനിക്ക് ലെങ്ത്ത് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു 6 ഇഞ്ചിൽ ഇതിൻ്റെ ഷോൾഡർ ഞാൻ ആം ഹോൾ എടുക്കുകയാണ്. ആം ഹോൾ എടുക്കുകയാണ്. 6 ഇഞ്ചിൽ തന്നെ നമ്മൾ ആം ഹോൾ എടുത്തു. നമുക്ക് ആം ഹോൾ കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ. നമ്മളത് വരച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 6 ഇഞ്ച് കൊടുത്ത് നോക്കാം. എന്നിട്ട് നമുക്കത് കറക്റ്റാണോ എന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആ ഒരു അളവ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ ഈ അടയാളപ്പെടുത്തിയ ഭാഗത്തും കറക്റ്റ് മുകളിൽ 6 ഇഞ്ച് തന്നെ, ഷോൾഡർ 6 ഇഞ്ച് തന്നെ ഉണ്ടെന്ന് നോക്കണം കേട്ടോ അവിടെ. അപ്പോൾ ഞാനത് നോക്കിയിട്ട് ഒന്ന് കറക്റ്റാക്കി കൊടുത്ത് ആ ഒരു ഭാഗത്ത് നമ്മൾ ചെസ്റ്റിൻ്റെ ഒരു 1/4 ഇഞ്ച് നമ്മളിവിടെ വിട്ടിട്ടില്ല, അതിന് ശേഷം വെക്കണം കേട്ടോ. ഞാൻ ടേപ്പ് വെച്ചത് കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ എൻ്റെ ചെസ്റ്റിൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ 10 എനിക്ക് വരിക. അപ്പോൾ ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. ഇതുപോലെ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇനി നമുക്ക് ഈ ആം ഹോളിൻ്റെ റൗണ്ട് എങ്ങനെ കിട്ടാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ ആ ഒരു ഫുൾ നമ്മൾ എടുക്കുക. അപ്പോൾ അതിൻ്റെ പകുതി കിട്ടണമെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് വരുന്നത് കണ്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2.5 ഇഞ്ച് ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. ഈ 2.5 ഇഞ്ചിന് ശേഷം നമ്മൾ ഈ കോർണറിൽ നിന്ന് ഞാൻ ഒരു 1.25 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. 1.25 ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ ഫ്രഞ്ച് കർവ് ഉണ്ടല്ലോ, അപ്പോൾ അതുപോലത്തെ കർവ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് വരയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലെ വരച്ചെടുക്കുക. എന്നിട്ടാണ് നമ്മൾ ആം ഹോളിൻ്റെ ഇത് കണക്ക് നോക്കേണ്ടത്, നമ്മൾ മെഷർ ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഫുൾ ആം ഹോളിൻ്റെ റൗണ്ട് വരുന്നത് 17.5 എനിക്ക് വരിക. അപ്പോൾ അതിൻ്റെ പകുതിയാണ് എനിക്കിവിടെ കിട്ടേണ്ടത്, 8.75. മനസ്സിലായോ? അപ്പോൾ 8.75 കിട്ടാൻ നമ്മൾ അളന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ അളന്ന് നോക്കുമ്പോൾ ഒരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് നമ്മളോട് കൊടുക്കണം. ബ്ലൗസിനായതുകൊണ്ട് അത്രയും മതി. അതിനുശേഷം ഇതുപോലെ നമ്മൾ അളന്ന് നോക്കാം കേട്ടോ. ഇതുപോലെ അളന്ന് നോക്കിയിട്ട് ഞാൻ നോക്കുമ്പോൾ 8.25 തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. എനിക്ക് കറക്റ്റ് 8.25 തന്നെ കിട്ടി. അതുകൊണ്ട് എനിക്ക് ഈ ലൈൻ തന്നെയാണ് എൻ്റെ ആം ഹോളിൻ്റെ ലൈൻ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ. ഇനി ഇതിൽ നിന്ന് 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുക്കണം. ഞാൻ സീം അലവൻസ് 2 ഇഞ്ചാണ് കൊടുക്കണേ. അതിനുശേഷം നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് 1.5 ആണെങ്കിൽ നിങ്ങൾ 1.5 കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 2 ഇഞ്ച് കൊടുത്തു എന്ന് മാത്രം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇനി വേസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ വേസ്റ്റിൻ്റെ 4 ഭാഗം 8.5 ഇഞ്ചാണ്. 4 ഭാഗം എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ് കണ്ടോ. അപ്പോൾ ആ ഒരു 8.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ അതിന് ശേഷം നമുക്ക് അവിടെ ഒരു ഡാർട്ട് കൊടുക്കണം. അപ്പോൾ അത് 1 ഇഞ്ചിൻ്റെ ഡാർട്ടാണ് നമ്മൾ കൊടുക്കണത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അതിന് ശേഷം ആ ഒരു വേസ്റ്റിൻ്റെ അളവിന് ശേഷം 1 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ. അതിന് മുകളിലെ അതേ സീം അലവൻസ് നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. ആ 2 ഇഞ്ച് സീം അലവൻസ് തന്നെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കുക കണ്ടോ. ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കുക. അതിന് ശേഷം നമ്മളിതിൻ്റെ നെക്ക് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് ഞാൻ 2.5 കഴിഞ്ഞിട്ട് 2.5 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് കഴിഞ്ഞ് ഒരു പോയിൻ്റ് വ്യത്യാസത്തിൽ കണ്ടോ. നിങ്ങൾക്ക് ടേപ്പ് കാണുമ്പോൾ മനസ്സിലാവും. ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസം 2.5 കഴിഞ്ഞ് ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഞാനിതിൻ്റെ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ ആ ഒരു ഷോൾഡർ സ്റ്റോപ്പ് നമ്മൾ കൊടുക്കുക. ഇതുപോലെ നമ്മൾ ആ ഷോൾഡർ സ്റ്റോപ്പ് ഒന്ന് കൊടുക്കുക കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കിട്ടണമല്ലോ. അതുപോലെ ആ ഒരു വരയില്ലേ, അത് ഞാൻ വരയ്ക്കുന്നുണ്ടില്ല. സീം അലവൻസ് ആണ്, മുകളിലെ സീം അലവൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി താഴേക്ക് ഞാനിതിൻ്റെ അളവ് കൊടുക്കുന്നത് 8.5 ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് നെക്ക് ലെങ്ത്ത്. അപ്പോൾ ഈ 8.5 ഇഞ്ചിനൊക്കെ ഏകദേശം ഷോൾഡർ ഒരു 6 ഇഞ്ച് മതിയാവും. അതിലും കൂടുതൽ എടുക്കുകയാണെങ്കിൽ 6.5 എന്നുള്ളത് 5.5 ആക്കണം കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്ത് ഞാൻ അടയാളപ്പെടുത്തുന്നത് 3 ഇഞ്ചാണ്. ഞാൻ മുകളിൽ നെക്ക് കൊടുത്തിരിക്കുന്നത് 2.5 കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് അല്ലേ. പക്ഷേ താഴെ ഞാനൊരു 3 ഇഞ്ച് കൊടുത്തു, കാരണം എനിക്ക് അവിടെ ഒരു ഇത്തിരി വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് നമ്മൾ വരച്ചു കൊടുക്കാം കേട്ടോ. വരച്ചു കൊടുത്തിട്ട് നമ്മൾ ഞാനിപ്പോൾ ഈ കർവ് സ്കെയിൽ വെച്ചിട്ടാണ് വരയ്ക്കണം. നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് ചെയ്തോളൂ. ഏതളവ് ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണ്ട ഈ ഒരു 1/4 ഇഞ്ച് നമ്മൾ ആ ഒരു മാറ്റിയിട്ട പോയിന്റിൽ നിന്ന് അതിന് ശേഷമാണ് ഞാൻ ഈ വരയ്ക്കണത്. ഒരു 4 ഇഞ്ചിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടും 4 ഇഞ്ച് വിട്ടിലും ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ഡാർട്ട് അടയാളപ്പെടുത്തിയെടുക്കുക കണ്ടോ.
ഡാർട്ട്. ആ ഡാർട്ടിന് വേണ്ടി അപ്പുറത്തോട്ടും അരയിഞ്ചും ഇപ്പുറത്തോട്ടും അരയിഞ്ചായിട്ട് നമ്മളപ്പോൾ 1 ഇഞ്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതതിൽ അഡ്ജസ്റ്റ് ആയിട്ട് പോയിക്കോളൂ കേട്ടോ. ഇതുപോലെ 1 ഇഞ്ച് ഇപ്പുറത്തായിട്ട് പോയിക്കോളും. ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ നെക്കിൻ്റെ ഭാഗം തൽക്കാലം ഇപ്പോൾ കട്ട് ചെയ്യണില്ല കേട്ടോ, അത് നമുക്ക് വരച്ചിട്ട് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്കുള്ള നമ്മൾ ഫ്രണ്ട് പാർട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡാണ് ഞാൻ എടുത്തത്. കാരണം നമ്മൾ ഫ്രണ്ട് ഓപ്പൺ അല്ലല്ലോ, ഫ്രണ്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗം ഇതല്ലേ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ എടുത്തു കേട്ടോ, ഈ ഒരു ഭാഗം എടുത്തു. അതിവിടെ നിന്ന് നമ്മൾ താഴോട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അരയിഞ്ച് നേരത്തെ പോലെ അരയിഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുക്കണം കേട്ടോ, നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് അരയിഞ്ച്. അപ്പോൾ ഞാൻ അരയിഞ്ചോടെ അടയാളപ്പെടുത്തിയെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത്, നമ്മൾ ബ്ലൗസിൻ്റെ ലെങ്ത്തിന് ഒരു വ്യത്യാസം വരുത്തണം. നമ്മൾ ബാക്കിൽ നമ്മുടെ എത്രയാണോ ബ്ലൗസിൻ്റെ ലെങ്ത്ത്, നമ്മൾ 15 അല്ല നമ്മുടെ ഫുൾ ബ്ലൗസിൻ്റെ ലെങ്ത്ത്, അതിൽ നിന്ന് 1 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഡാർട്ട് വരുമല്ലോ. അപ്പോൾ തുണി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ച് കൂടുതലാണ് കൊടുക്കണം. നമ്മുടെ ഫുൾ ലെങ്ത്തിനേക്കാളും 1 ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുക്കണം. അപ്പോൾ 16 ഇഞ്ചാണ്, ഞാൻ ബാക്കിൽ 15 കൊടുത്തു, ഇവിടെ 16 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി എടുത്തു കേട്ടോ. ഇതുപോലെ അതിന് ശേഷവും നമ്മളൊരു അര ഇഞ്ച് കൊടുക്കണം. കണ്ടോ, ഒരു അര ഇഞ്ച് നമ്മൾ കൊടുക്കുക. നമ്മൾ അടിയിൽ ഒന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തയ്ക്കില്ലേ, ഫിനിഷ് ചെയ്ത് എടുക്കില്ല, അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, 2 ഭാഗത്തും നമ്മൾ അരയിഞ്ച് സീം അലവൻസുകൾ കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ബാക്ക് പാർട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 4 ഇഞ്ച് നമ്മളിവിടെ കൂടുതലാണല്ലോ വരച്ചിരിക്കുന്നത്, അത് നമ്മുടെ ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇതുപോലെ നീക്കി വെക്കണം കേട്ടോ. അത് ബാക്ക് പാർട്ടിൽ കൂടുതലുള്ള ഭാഗമാണ്. നീക്കിയിട്ട് നമ്മളൊന്ന് ട്രേസ് ചെയ്യാൻ പോവാണ്. അതൊന്ന് നീക്കിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഭാഗം മടക്കി വെച്ചാലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ആ കറക്റ്റ് ഷോൾഡറും നെക്കൊക്കെ കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ബാക്കൊന്നും കട്ട് ചെയ്യാതിരുന്നത്, ബാക്ക് നെക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ഒരു പോയിന്റിൽ, ആ കാണുന്ന പോയിന്റ് വരെ മാത്രം നമ്മൾ വരച്ചാൽ മതി കേട്ടോ. നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ലൈൻ വരെ നമ്മൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആം ഹോൾ നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ ലൈൻ വരച്ചു കൊടുക്കുക. ആം ഹോൾ കർവാണ് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത്, ആ ലൈൻ നമ്മൾ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 7.25 ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 7.25 കൂടുതൽ കൊടുക്കാതിരിക്കുക നല്ലത്, കാരണം വല്ലാണ്ട് ഇറങ്ങിപ്പോകും നെക്ക്. ഇതുപോലെ ആ ഒരു 7.25 അടുത്ത് ഞാൻ കൊടുക്കുന്നത് ഒരു 3 ഇഞ്ചാണ് കേട്ടോ. ഞാൻ ബാക്ക് നെക്കിന് കൊടുത്തില്ലേ, അതുപോലെ അവിടെ വിഡ്ത്ത് കുറച്ച് കൂടുതൽ കൊടുത്തു. എന്നിട്ട് ഞാൻ ഒരു ഷേപ്പിൽ, സാധാരണ ഒരു ഷേപ്പിൽ ഇതുപോലെ വരച്ചെടുത്തു കേട്ടോ. കണ്ടില്ലേ, ഇപ്പം ഇതുപോലെ ഞാൻ വരച്ചെടുത്തു. ഇനി ഒരു 4 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ മറ്റത്തിന് കൊടുത്തിട്ടുണ്ടല്ലോ ബാക്ക് പാർട്ടിന്, അപ്പോൾ അതുപോലെ നമ്മളിവിടെ കൊടുത്തെടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ ഒരു അര ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്ക് തള്ളി വരച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരയ്ക്കുക. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ആം ഹോളിൽ ഒന്ന് കുഴിച്ച് വരയ്ക്കേണ്ട, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തള്ളി ഇതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാനതുപോലെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി 10 ഇഞ്ചാണ് എൻ്റെ ചെസ്റ്റ് വരുന്നത്. അപ്പോൾ അതിന് എവിടെയൊക്കെയാണോ ഇനി അളവ് കൂട്ടേണ്ടതെന്ന്, അപ്പോൾ ഞാൻ ചെസ്റ്റിൻ്റെ അളവ് പറഞ്ഞല്ലോ 10 ഇഞ്ച്, 40 10 ഇഞ്ച്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ആം ഹോളിൻ്റെ അവിടെ ഒരു നമുക്കൊരു ഡാർട്ട് വരും. അപ്പോൾ അവിടെ ഡാർട്ട് തയ്ച്ച് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചെസ്റ്റിൻ്റെ അവിടെ ഒരു 10ൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 11 ഇഞ്ച് എടുക്കണം. കണ്ടോ, 1 ഇഞ്ച് ഞാൻ എക്സ്ട്രാ അടയാളപ്പെടുത്തിയത് കണ്ടല്ലോ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ നമ്മുടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. അപ്പോൾ എൻ്റെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ബാക്കിൽ എടുത്തിരിക്കുന്നത് 8.5 ഇഞ്ച്, അത് തന്നെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. മനസ്സിലായോ? ഇനി ഞാനിവിടെ ഡാർട്ട് എടുക്കേണ്ട, ഡാർട്ട് 2 ഇഞ്ചിൻ്റെ ഡാർട്ടാണ് കേട്ടോ. അപ്പോൾ ലാർജ് സൈസിനൊക്കെ 2 ഇഞ്ച് മതിയാവും. അതിന് താഴെ കണ്ട് ഓരോരുത്തർക്കും കുറച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ലാർജ് സൈസ് ആയതുകൊണ്ട്. അപ്പോൾ ആ 2 ഇഞ്ച് നമ്മൾ കണ്ടില്ലേ, ഈ നമ്മുടെ ആ ഒരു വേസ്റ്റ് മെഷർമെൻറ്റിന് ശേഷം 2 ഇഞ്ച് പോവല്ലോ. ഇനി ആ 2 ഇഞ്ചിന് ശേഷം നമ്മൾ 1 ഇഞ്ച് കൂടി നമുക്ക് വേണം. കാരണം ആ ഡാർട്ട് തയ്ച്ച് കഴിഞ്ഞാൽ അത് കൂട്ടി തയ്ക്കുമ്പോഴേക്കും 1 ഇഞ്ച് നമുക്ക് പോവും. അര ഇഞ്ചൊക്കെ വെച്ച് തയ്ക്കാൻ വേണ്ടി 1 ഇഞ്ച് പോവും കേട്ടോ. ആ 1 ഇഞ്ച് നമ്മൾ ഇതുപോലെ എക്സ്ട്രാ അടയാളപ്പെടുത്തി കൊടുത്തു. അപ്പോൾ മനസ്സിലായല്ലോ, എവിടേക്ക് മുകളിൽ 1 ഇഞ്ച്, താഴെ 2 ഇഞ്ച് കൂടുതൽ കൊടുത്തു, പിന്നെ കൂട്ടി തയ്ക്കാനായിട്ട് നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതും കൂടി നമ്മൾ 1 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ. അപ്പോൾ പിന്നെ നമ്മൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സീം അലവൻസ് നമ്മൾ കൊടുക്കണം. നമ്മൾ ബാക്കിൽ സീം അലവൻസ് 2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്, അതേപോലെ തന്നെ മുകളിലും അതുപോലെ താഴെ നമ്മൾ സീം അലവൻസ് കൊടുക്കുക. അപ്പോൾ ഇത്രയും തുണി നമുക്ക് കൂടുതൽ വേണം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, ഈ 2 സീം അലവൻസുകളും ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഇതുപോലെ ഒന്ന് നമ്മൾ ആ ഒരു ലൈനൊന്ന് മുട്ടിച്ച് വരയ്ക്കാം കേട്ടോ.
അപ്പോൾ ഇതുപോലെ വരച്ചെടുക്കുക. അപ്പോൾ മനസ്സിലായല്ലോ എവിടെയൊക്കെ എത്രയൊക്കെ കൂട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഡാർട്ടിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പം നമുക്ക് മെയിൻ ഡാർട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പെക്സ് പോയിൻ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു അരയിഞ്ചിന് ശേഷം മുകളിൽ അരയിഞ്ച് എടുത്തില്ലേ, അതിന് ശേഷം നമ്മുടെ നിപ്പിൾ പോയിൻ്റില്ലേ അത് കണ്ടുപിടിക്കുക കേട്ടോ. അതെത്ര ഷോൾഡറിൽ നിന്ന് താഴോട്ട് എത്രയുണ്ടെന്ന് ഓരോരുത്തരുടെയും കണ്ടുപിടിക്കുക. അപ്പോൾ എനിക്ക് വരുന്നത് 10 ഇഞ്ചാണ് എനിക്ക് വരണേ കേട്ടോ. അപ്പോൾ ഇതാ 10 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. ആ അരയിഞ്ചിന് ശേഷം കേട്ടോ, മുകളിൽ ഷോൾഡറിന് താഴെ അരയിഞ്ചിന് ശേഷം 10 ഇഞ്ച് ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തി ഒരു ചെറിയ പോയിന്റ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ആ ഭാഗത്തൊരു വിട്ത് വേണം. അപ്പോൾ ഞാൻ അവിടെ എത്രയാണോ നമുക്ക് വിട്ത് വരിക നോക്കുക. അപ്പോൾ എനിക്ക് വരുന്നത് 8 ഇഞ്ചാണ് ഫുള്ളായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്തുമ്പോൾ 8 ഇഞ്ചിൻ്റെ പകുതി 4 ഇഞ്ചാണ് വരിക കണ്ടോ. അപ്പോൾ 8 ഇഞ്ചിൻ്റെ പകുതിയാണ് നമ്മൾ അടയാളപ്പെടുത്തുക കേട്ടോ. കാരണം തുണി ഫോൾഡ് ചെയ്ത് വെക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ അത് 4 ഇഞ്ചാക്കി അടയാളപ്പെടുത്തുക. അപ്പോൾ എനിക്ക് വരുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ വിഡ്ത്ത് വരുന്നത് 4 ഇഞ്ചും അതുപോലെ തന്നെ മുകളിൽ നിന്ന് ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചും. അപ്പോൾ അവിടെ കണക്ട് ചെയ്യണ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റാണ് നമ്മുടെ ഡാർട്ടിൻ്റെ മെയിൻ ഡാർട്ട്, പ്രിൻസസ് കട്ടിൻ്റെ ഡാർട്ട് പോയിൻ്റ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഡാർട്ട് കൊടുത്തു. ഇത് നമ്മൾ താഴേക്ക് നമ്മൾ ഒരു ഡാർട്ടിൻ്റെ വരച്ചെടുക്കണം. അപ്പോൾ മുകളിൽ നമ്മൾ 4 കൊടുത്തന്നെ ബേസ് അതിൻ്റെ വിഡ്ത്ത്. അപ്പോൾ ആ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് താഴോട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു 3.5 ഇഞ്ച് കൊടുക്കാൻ പാടുള്ളൂ. 1/2 ഇഞ്ച് കുറയ്ക്കണം നമ്മൾ. 1/2 ഇഞ്ച് കുറച്ച് ഞാനൊരു 3.5 ഇഞ്ച് കൊടുത്തു കണ്ടോ. മുകളിൽ 4 ഇഞ്ചാണ് കൊടുത്തത്, താഴെ 3.5 ഇഞ്ച് കേട്ടോ. കണ്ടില്ലേ. ഇനി അതിന് ശേഷം ഞാൻ 2 ഇഞ്ചിൻ്റെ ഡാർട്ട് എടുക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഞാൻ 2 ഇഞ്ചിൻ്റെ ഡാർട്ട് ഇതുപോലെ അതിന് ആ 3.5ക്ക് ശേഷം കണ്ടോ ഞാൻ 2 ഇഞ്ചിൻ്റെ ഡാർട്ട്. അപ്പോൾ ഡാർട്ട് എങ്ങനെ കൊടുക്കുക, ഇതുപോലെ 2 ഇഞ്ച് ഡാർട്ട് നമ്മൾ ഇതുപോലെ കൊടുക്കുക കണ്ടോ. 2 ഇഞ്ചിൻ്റെ ഡാർട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ആ 2 ഇഞ്ചിൻ്റെ ആ പോയിന്റിൽ 2 ഇഞ്ച് അടയാളപ്പെടുത്തി ഞാൻ ഈ കാണിക്കുന്ന ആ പോയിന്റിൽ അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് ഹൈറ്റിൽ ലെങ്ത്ത് 2 ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ അടയാളപ്പെടുത്തി എടുക്കാം കേട്ടോ. നമുക്കതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനതിങ്ങനെ 2 ഇഞ്ച് എടുത്തു. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് ഇത് കണക്ട് ചെയ്ത് കൊണ്ടുവരിക. മനസ്സിലായല്ലോ. കണക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇനി അവിടെ ഒരു ഷേപ്പ് ഔട്ടാണ് നമുക്ക്. ഇനി ഇപ്പുറത്തെ ഭാഗം നമ്മളൊന്ന് സ്കെയിൽ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് വരച്ച് കൊടുത്താൽ മതി കേട്ടോ. മനസ്സിലായല്ലോ ഇത്രയും നമുക്ക് എങ്ങനെയാണ് ഡാർട്ട് വരിക എന്നുള്ളത്. കണ്ടില്ലേ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോവും. ആ ഒരു കട്ട് ചെയ്ത് പോകുമ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് തുണി 2 ഇഞ്ച് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് 2 ഇഞ്ചാണ്. അപ്പോൾ സ്മോൾ സൈസിനൊക്കെ നമുക്ക് 1 ഇഞ്ചൊക്കെ മതിയാവും. ഇതിപ്പോൾ ലാർജ് സൈസ് ആയതുകൊണ്ടാണ് 2 ഇഞ്ചിൻ്റെ ഡാർട്ട് വേണ്ടി വന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ആം ഹോൾ റൗണ്ടിൽ നിന്ന് നമുക്ക് അവിടെ ഒരു ഡാർട്ട് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഷോൾഡറിൽ നിന്ന് ഒരു 5.5 ഇഞ്ച് നമ്മൾ എടുക്കുക. ഒരു 5.5 ഇഞ്ച് മതിയാവും കേട്ടോ. ഒരു 5.5 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊണ്ടുപോവുക കണ്ടോ. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു 5.5 ഇഞ്ച് ഇട്ടാൽ ഷോൾഡറിൽ നിന്ന് ആം ഹോൾ ലൈൻ വഴി നമ്മളൊരു 5.5 ഇഞ്ച് എടുത്ത് ഈ ഒരു ഡാർട്ട് നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് വരിക എന്നുള്ളത്. ഇനി ഈ ഒരു ഭാഗത്തൊരു 1/4 ഇഞ്ച്, ഈ കാണുന്ന ഭാഗത്തൊരു 1/4 ഇഞ്ച് ഞാനൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് കാണുമോ അറിയില്ല. കുറച്ചൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമുക്ക് നല്ല ഷേപ്പിൽ നിന്നോളും. ബാക്കിയെല്ലാം നമ്മൾ തുണി എടുത്ത പോലെ തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. നമ്മൾ ഈ ഒരു അളവിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അളവുമായി കമ്പയർ ചെയ്യുക, എന്നിട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യണ പോലെ തന്നെ ഈ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റട്ടോ. അപ്പോൾ നിങ്ങളുടെ അളവായിട്ട് ഇതുപോലെ കമ്പയർ ചെയ്ത് ഓരോന്നും വെച്ച് ചെയ്യുക. ഞാൻ എൻ്റെ അളവിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം. അപ്പോൾ ഇതുപോലെ എല്ലാം സെപ്പറേറ്റ് ഇതെടുത്തു. ഇനി ഞാൻ ഒരു 1/4 ഇഞ്ച് ഞാൻ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കളയെന്ന് പറഞ്ഞില്ലേ, കണ്ടില്ലേ. ഇതുപോലെ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇപ്പുറത്തെ ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഒരു 1/4 ഇഞ്ച് നമുക്ക് അവിടെ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. കറക്റ്റായിട്ട് നല്ലൊരു ഷേപ്പ് നമുക്ക് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പീസുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാ പീസുകളും കണ്ടില്ലേ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് പറഞ്ഞുതരാം ഞാൻ എങ്ങനെയാണെന്നുള്ളത്. ഇതുപോലെ ഞാൻ ഇതുപോലെ ബാക്ക് സൈഡ് നമുക്ക് 2 വരുള്ളൂ, കാരണം നമ്മൾ അവിടെ ഓപ്പൺ ചെയ്തിട്ടല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ 2 പീസിലേക്ക് എടുക്കുക. ഇത് അകം പുറമുള്ള തുണിയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഇനി ഈ ഒരു 2 പീസുകൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടില്ലേ, ഈ ഒരു ഭാഗം അകം പുറമുള്ളത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗം ആ റൗണ്ടില്ലേ കർവ് ഷേപ്പ് ഒരു ഭാഗം ഇപ്പുറത്തോട്ട് വന്നത് ഫേസ് ടു ഫേസ് നമ്മൾ വെക്കണം കണ്ടോ. ഈ ഒരു ഭാഗം ഇപ്പുറത്തും ഒരു ഭാഗം ഇപ്പുറത്തേക്കും കണ്ടോ. അതിൻ്റെ ആ ഒരു കർവ് ഷേപ്പുകൾ ഫേസ് ടു ഫേസ് ഞാൻ വെച്ചിരിക്കണം കേട്ടോ. അങ്ങനെ വെച്ചിട്ട് വേണം ചീത്തപ്പുറത്ത് വെച്ച് നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. ഇനി ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം നമുക്ക് ഫോൾഡ് ആയിട്ട് വേണം കേട്ടോ. നമുക്ക് ഫോൾഡഡ് സൈഡാണ്. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്ത് വെട്ടുമ്പോഴും ഫോൾഡഡ് സൈഡിൽ വെച്ച് ഇങ്ങനെ വെട്ടിയെടുക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ളത് നമ്മുടെ സ്ലീവിനുള്ള തുണിയാണ് നമുക്ക് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും ഒരുമിച്ച് അതിൻ്റെ ചുറ്റും ഞാൻ തയ്ച്ചെടുത്തു. ഓരോ പീസുകളും നമ്മൾ തയ്ച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. കണ്ടോ
മനസ്സിലായല്ലോ? നിങ്ങൾ ഓരോ ഇതും നിങ്ങൾ ആ ഒരു ചുറ്റും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കാൻ എളുപ്പമുണ്ടാവും കേട്ടോ. അതിൻ്റെ ചുറ്റും തയ്ച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ആ ഡാർട്ട് തയ്ച്ചെടുത്തു കേട്ടോ. ബാക്ക് പാർട്ടിൽ നമ്മളൊരു ഡാർട്ട് ഇട്ടുണ്ടായില്ലേ? അപ്പോൾ 2 ഭാഗത്തെയും ഡാർട്ടുകൾ ഞാൻ തയ്ച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതിന് ശേഷം ഇതുപോലെ ഇതുപോലെയാണ് നമ്മൾ വെച്ച് തയ്ച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ആ കർവ് ഷേപ്പിൽ വലിച്ച് തയ്ക്കരുത്. കാരണം അടിയിൽ അതിൻ്റെ ലെങ്ത്തിന് വ്യത്യാസം വരും. നമ്മൾ ആ തുണിക്കനുസരിച്ച് തിരിച്ചു കൊടുത്ത് നമ്മൾ തയ്ക്കുക കേട്ടോ. അങ്ങനെ തയ്ച്ചാൽ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുള്ളൂ. അത് കണ്ടില്ലേ? അപ്പം എനിക്ക് ഇതുപോലെ വന്നു. പിന്നെ ഈ 2 ഭാഗത്തൊന്നും ഇങ്ങനെ കുഴിഞ്ഞിരിക്കണ പോലില്ല. അപ്പം ഞാൻ എപ്പോഴും ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒന്ന് ചെരിച്ചൊന്ന് ചെറുതായിട്ട് നമ്മുടെ ഷേപ്പും നമ്മുടെ ലെങ്ത്തൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണ്ട. ഞാൻ ഇതുപോലൊന്ന് ചെറുതായിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കും. അപ്പോഴാണ് നമുക്കവിടെ ഒരു കറക്റ്റ് ഷേപ്പ് ആവുള്ളൂ കേട്ടോ. അതേ കണ്ടില്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയും. നിങ്ങളുടെ ബ്ലൗസിൻ്റെ ലെങ്ത്തും ഇതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പെർഫെക്റ്റ് ആണോ നോക്കണം, എന്നിട്ട് ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് ആ ഒരു ഭാഗം കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം. നമ്മൾ ആ ഡാർട്ടുകൾ ഇടുമ്പോൾ ഒന്ന് ചെരിഞ്ഞ് വരുന്നതാണത്. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തത് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇപ്പം നമുക്ക് കണ്ടാം ആ ഒരു ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒരുപോലെ വെച്ച് ഇനി ചെറിയ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ കുറച്ച് കൂടുതലല്ല, നമ്മൾ 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും വേരിയേഷനുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരുമിച്ച് വെച്ച് ഒപ്പം വെച്ച് ക്ലിയർ ആക്കി നമ്മൾ എല്ലാം ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വേരിയേഷൻ ചെറുതായിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേണ്ട, ഉണ്ടെങ്കിൽ. ഇനി നമുക്ക് അതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ സ്ലീവിൻ്റെ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ സ്ലീവിന് ഞാൻ 4ആയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഫോൾഡഡ് സൈഡ് വെക്കില്ല, അതുപോലെ വെച്ചെടുക്കുക. 15 ഇഞ്ച് സ്ലീവാണ് ഞാൻ ഇതിലെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 15 ഇഞ്ചിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് ഇതുപോലെ 3 ഇഞ്ച് ഞാനൊരു സ്ക്വയറാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്കത് പഫ് ഇപ്പോഴത്തെ ഒരു മോഡലാണല്ലോ. അപ്പോൾ ആ പഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതുപോലെ 3 ഇഞ്ച് വീതിയിലും 3 ഇഞ്ച് നീളത്തിലും ഒരു സ്ക്വയർ ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുത്തു കേട്ടോ. ഇനി ഞാൻ ഈ വെച്ച പോയിന്റിൽ നിന്ന് നമ്മൾ ആം ഹോൾഡ് റൗണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 8.75 വരിക. അപ്പോൾ ഞാനൊരു 8.75 ഇതുപോലെ 8.5 എടുത്തിട്ടുണ്ട്. അത് വളഞ്ഞു വരുമ്പോഴേക്ക് 8.75 ആവും കേട്ടോ. 4 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. ഇനി അതിന് ശേഷം ക്യാപ്പ് ഹൈറ്റ് അടയാളപ്പെടുത്താം കേട്ടോ. ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ക്യാപ്പ് ഹൈറ്റിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുത്തു. ഇനി അതിൻ്റെ സെൻറ്റർ എടുക്കുകയാണ് നമ്മൾ. പിന്നെ ഇതുപോലെ നമ്മളതിൻ്റെ സെൻറ്റർ എടുത്ത് കൊടുത്തു. കണ്ടോ? സെൻറ്റർ എടുത്തിട്ട് നമ്മളിത് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട് ഈ ഒരു ആ ബോക്സിൽ നിന്ന് വരണ കണ്ടില്ലേ? ഞാൻ ഇതുപോലെ വരച്ച് വരിക കേട്ടോ. നമ്മൾ ആ സെൻറ്റർ എടുത്ത് വെച്ചില്ലേ? ആ സെൻറ്ററിനോട് ചേർത്ത് നമ്മൾ വരച്ച് വരിക. മനസ്സിലായല്ലോ? അപ്പോൾ ഇതുപോലെ വരച്ച് നമ്മുടെ മെയിൻ ആ പോയിന്റിൻ്റെ അവിടെ വരെ കൊണ്ട് നിർത്താം കേട്ടോ. കൊണ്ട് നിർത്തി കൊടുക്കുക. കണ്ടോ? നമ്മളിതുപോലെ നിർത്തി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സ്ലീവ് ഓപ്പൺ വരുന്നത് 5.5 ഇഞ്ചാണ്. നിങ്ങളുടെ സ്ലീവ് ഓപ്പൺ എത്രയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമ്മൾ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ടൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ 2 ഇഞ്ചാണല്ലോ ബ്ലൗസിന് സീം അലവൻസ് കൊടുത്തത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്ലീവിനും 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സീം അലവൻസ് ഇതുപോലെ കൊടുത്ത് അത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നോർമലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തു. കണ്ടോ? ആ ഒരു സ്ട്രെയിറ്റ് ലൈനില്ലേ? ഇതാണ്ടില്ലേ? ആ ഒരു ലൈനിൻ്റെ ഉള്ളിൽ വരണ ആ ഒരു ഭാഗമാണ് കണ്ടോ? ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇങ്ങോട്ട് നമ്മുടെ ബ്ലൗസിൻ്റെയും അതിനുള്ളിൽ വരുന്ന ഭാഗമാണ് നമുക്ക് പഫിനുള്ളത് കേട്ടോ. അപ്പോൾ ഞാനത് മുന്നേ ചെയ്തതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ഷോൾഡറുകളൊക്കെ ശരിയാക്കി നമ്മൾ കൊണ്ടുവന്നു. അതിനുശേഷം ഞാനിതുപോലെ ഹുക്കും ഐയൊക്കെ വയ്ക്കാൻ പോകണം. അപ്പോൾ ഞാൻ ആദ്യം ഐ വയ്ക്കുന്ന കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഒരു 3 ഇഞ്ചിൻ്റെ പീസ് നമ്മൾ ഇതുപോലെ എടുത്തു കേട്ടോ, അതിൻ്റെ ഭാഗം. എന്നിട്ട് അത് നമ്മൾ ചീത്ത പുറത്താണ് വെക്കുക. ചീത്ത പുറത്തുനിന്ന് ഇതുപോലെ അരയിഞ്ചിൽ വെച്ച് നല്ല പുറത്തേക്ക് നമ്മൾ മടക്കിയെടുക്കില്ലേ? അങ്ങനെയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്ന് മാത്രം. ഇനി ഇതുപോലെ. അപ്പോൾ ഐ എങ്ങനെ ഹുക്ക് എങ്ങനെ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ചിൻ്റെ പീസ് നമ്മൾ ഇതുപോലെ എടുത്ത് നല്ല പുറത്തുനിന്ന് ചീത്ത പുറത്തേക്കാണ് മടക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഞാൻ എടുത്തു. മടക്കി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഭാഗം ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇനി അവിടെ നെക്ക് ശരിയാക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. കണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഞാൻ ഈ ഹുക്കിൻ്റെ അതിൻ്റെ ഈ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത് ഒപ്പാക്കി വെച്ചിരിക്കുകയാണ്. ആ നെക്കിനോട് ചേർത്ത് നമ്മൾ ഒപ്പാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ ആണ് തയ്ച്ചെടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് കേട്ടോ. അപ്പം നമുക്കിനി ഈ ഒരു ഭാഗത്ത് ഇനി അടിയും ഇതിൻ്റെ പോലെ കഴുത്തിൻ്റെ ഭാഗം നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗത്ത് നമ്മൾ ഒരു 2 ഇഞ്ചിലെ തുണി ഇതുപോലെ മടക്കി കൊണ്ടുവന്ന് ഇതുപോലെ 1/2 ഇഞ്ചിൽ തയ്ച്ച് നമ്മൾ ഉള്ളിലേക്ക് പട്ട വെച്ച് മടക്കി കൊടുക്കില്ലേ? അപ്പോൾ അതുപോലെ പട്ട വെച്ചിട്ട് നിങ്ങൾ മടക്കി കൊടുക്കുക.
ഇതിൻ്റെ അത്ര അടിഭാഗം ഇത്രയേ ഉള്ളൂ. ഇനി അതിന് ശേഷം ഒരു 1.25 ഇഞ്ചിൻ്റെ ഒരു ക്രോസ് പീസ് എടുത്തിട്ട് ദേ ഇതുപോലെ ആ ബാക്ക് ഓപ്പണിൽ നിന്ന് തയ്ച്ച് നമ്മൾ സാധാരണ ബ്ലൗസിന് വെക്കില്ലേ അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ അതൊക്കെ തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ ഭാഗം തയ്ച്ചിട്ട് തുന്നി അതിൻ്റെ സ്ലീവൊക്കെ ദേ തുന്നി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെക്കണം. നമ്മൾ ഹുക്ക് ചെയ്യുകയൊക്കെ കറക്റ്റായിട്ട് ഞാനൊക്കെ കുത്തി വെച്ച് എനിക്ക് എൻ്റെ ചെസ്റ്റിൻ്റെ 4 ഭാഗം 40 ഇഞ്ച്, അപ്പോൾ അത് 10 ഇഞ്ച് ഞാൻ കൊടുത്തു. കണ്ടോ നമ്മൾ കൊടുക്കുക, നമ്മുടെ കറക്റ്റായിട്ട് അളവ് നമ്മൾ കൊടുക്കുക. അതുപോലെ ഇപ്പുറത്തേക്കും നമ്മൾ കൊടുക്കുക കേട്ടോ. നമ്മുടെ എത്രയാണ് നമ്മൾ ഷേപ്പ് ചെയ്യുക അതുപോലെ കൊടുക്കുക. അപ്പോൾ ഞാനിതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു. അപ്പോൾ എല്ലാ ഭാഗങ്ങളും കണക്ട് ചെയ്തിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പോൾ എളുപ്പമുള്ള മെത്തേഡാണ്. നിങ്ങൾ വിചാരിക്കും, പക്ഷേ അത് വളരെ സിമ്പിളാണ്. ചിലർക്ക് ഇങ്ങനെ സംശയം ഉണ്ടാവും പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ഇതെങ്ങനെയാണ് ഡാർട്ടൊക്കെ എങ്ങനെയാണ് വരിക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ആ സ്ലീവിൻ്റെ ഓപ്പണിലേക്ക് വരച്ചു കൊടുത്ത് കറക്റ്റ് സ്ലീവും ഇതും ഒരുപോലെ വെച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇത് തയ്ച്ചെടുത്ത് കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ ബ്ലൗസ് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ചെയ്യണത്. ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി, അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 2ാമത് അത്ര പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവിൽ നിങ്ങളുടെ മെഷർമെൻറ്റുകളൊക്കെ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ ആവാൻ തോന്നണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.